നമുക്ക് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ കൂടി തേടണമല്ലോ. ആസൂത്രണ ബോർഡ് മുൻ അംഗം ശ്രീ CP ജോൺ നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ CP ജോൺ, സർക്കാരിൻ്റെതായ ഒരുപാട് പദ്ധതികൾ വരുന്നു. അത് പൊതുജനത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ആ പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പക്ഷെ കോടികൾ പൊടിച്ചു കളയുന്നു. അതിലെത്ര പേർക്ക് പ്രയോജനമുണ്ടായി എന്ന് ചോദിച്ചാൽ പലപ്പോഴും കണക്കുകൾ കിട്ടാറ് പോലുമില്ല. ഇപ്പോൾ വീണ്ടും കരുതലും കൈത്താങ്ങും എന്ന പദ്ധതിക്കായി 3 കോടിയോളം രൂപ ചെലവഴിക്കുന്നു. അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിന് മാത്രം 26 ലക്ഷം രൂപ ചെലവഴിക്കുന്നു. ഇത് ഒരു അവസാനമില്ലേ? പാവങ്ങൾ പെൻഷൻ കിട്ടാതെ, കാരുണ്യ പദ്ധതിയിൽ പൈസ ഇല്ലാതെ ഇങ്ങനെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും അദാലത്ത് എന്നുള്ളതൊരു പുതിയ കാര്യമല്ല. അതുകൊണ്ട് അതിന് ഉദ്ഘാടനത്തിന്റെ ആവശ്യമില്ല. അദാലത്ത് നല്ലൊരു പരിപാടിയാണ് പൊതുവിൽ. അങ്ങനെ നടത്തുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് തന്നെ, രണ്ടാം പിണറായി ഗവൺമെന്റ് തന്നെ മന്ത്രിമാരെല്ലാം താലൂക്കുകളിൽ പോകണമെന്ന് പറഞ്ഞ് പോയി. അപ്പൊ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഒരു ബസ് 1 കോടി ഉറുപ്പികയോ മറ്റോ ഉണ്ടാക്കിയിട്ട് ഈ മന്ത്രിമാരെല്ലാവരും, മന്ത്രിസഭ മുഴുവൻ എല്ലാ മണ്ഡലങ്ങളിലും പോയത്. ഇതും ഒരർത്ഥത്തിൽ അദാലത്ത് തന്നെയായിരുന്നു. പക്ഷേ ഈ 2 സംഭവങ്ങളിൽ കൂടി ജനങ്ങൾക്ക് എത്ര ആനുകൂല്യങ്ങൾ കിട്ടി, ഒപ്പം ഗവൺമെന്റിന് എന്ത് റവന്യൂ കിട്ടി, രണ്ടും കിട്ടുമല്ലോ. ഈ പലതരത്തിലുള്ള ടാക്സേഷന്റെ അദാലത്തുകളുണ്ട്. അത് ഈ അദാലത്തിൽ ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഫൈനാൻസിന്റെ ടാക്സുകൾ അടയ്ക്കുന്നതിൽ ഒരു 50 ലക്ഷം അടയ്ക്കുന്നത് ചിലത് കുറച്ചു കൊടുത്ത് 35 ലക്ഷമാക്കി കുറയ്ക്കുന്ന അദാലത്തുകളുണ്ട്. അതുണ്ടോന്ന് വ്യക്തമല്ല. എന്തായാലും വേണ്ടില്ല. ഗവൺമെന്റിന് എത്ര കിട്ടി, ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളതിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൃത്യമായി മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും കൊടുക്കാതെ വീണ്ടും ഈ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുന്നതിനോട് ഒരു നിലയ്ക്കും യോജിക്കാൻ സാധ്യമല്ല. അതിന് 3 കോടിയാണോ 1 കോടിയാണോ എന്നുള്ളതല്ല, എന്തെല്ലാം ചെയ്യുന്നു എന്നത് വ്യക്തമാക്കണം. ഇപ്പൊ തന്നെ കേരളത്തിൽ 1500ഓളം ഗവൺമെന്റ് ജീവനക്കാർ പെൻഷൻ വാങ്ങുന്നു. യഥാർത്ഥ പെൻഷൻകാർ പട്ടിണി കിടക്കുന്നു. ഇതൊന്നും അന്വേഷിക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല, നടപടി എടുക്കാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഇത്തരത്തിലുള്ള ഉദ്ഘാടന മാമാങ്കങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. തന്നെ ഇത് ചോദ്യം മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ജനം TV ഇതുമായി ബന്ധപ്പെട്ട് 4ാമത്തെ 5ാമത്തെ റിപ്പോർട്ടാണ് നൽകുന്നത്. ഇത്തരം പദ്ധതികളിൽ കോടികൾ ചെലവഴിച്ച് നശിപ്പിക്കുന്നതിനെ കുറിച്ച്, അതിന് പ്രയോജനം ഉണ്ടാകാത്തതിനെ കുറിച്ച്. പക്ഷെ അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ലല്ലോ. വീണ്ടും എന്തുകൊണ്ടാണ് ആവർത്തിക്കുന്നത്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഒരു ഗവൺമെന്റിന് എന്തും ചെയ്യാമെന്ന് അവർ കരുതുകയാണെങ്കിൽ അവർക്ക് എന്തും ചെയ്തുകൊണ്ടിരിക്കാം. കാരണം 5 വർഷത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുകയല്ലേ. അതടുത്ത തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പ്രതിപക്ഷമോ അല്ലെങ്കിൽ പ്രതിപക്ഷം നിൽക്കുന്ന കക്ഷികൾക്കോ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ലേ? വിവരാവകാശം എന്നതും നമ്മുടെ കയ്യിലുണ്ടല്ലോ. എത്ര പേർക്ക് ഇതിന്റെ പ്രയോജനം കിട്ടി? തീർച്ചയായിട്ടും അത് പറഞ്ഞത് വളരെ ശരിയാണ്. അത് ഞാനടക്കമുള്ള പൊതുപ്രവർത്തകരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ശ്രദ്ധിക്കാമെന്ന് മാത്രമേ ഇപ്പം പറയാൻ കഴിയുള്ളൂ.